ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ. നമ്മൾ നോർമലി പായസം ഉണ്ടാക്കുമ്പോൾ സാബൂനരി അല്ലെങ്കിൽ ചവ്വരിയൊക്കെ യൂസ് ചെയ്യാറില്ലേ. അപ്പോൾ അത് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് സാബൂനരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു മണിക്കൂറോളം വെച്ചാൽ മതിയാവും. അപ്പോൾ ആ ഒരു ടൈമിന് നമുക്ക് ഏലക്കായ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച സാബൂനരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിൽ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സാബൂനരി അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റോളം വേണ്ടി വരും, അത്രേ വേണ്ടി വരുള്ളൂ. പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. കാരണം ശർക്കര നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റില്ല, എന്തായാലും അതിൽ അഴുക്കളുണ്ടാവും. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ സാബൂനരി ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ആ ഒരു ഇത് എത്തുമ്പോൾ നമുക്കത് വെന്തു എന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചാൽ നമ്മുടെ ശർക്കര അതിലോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ നമ്മൾ ഏലക്കായില്ലേ, പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ച് അതും കൂടി ഇട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ഒന്നിടണം. നമ്മൾ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അതൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. കാരണം ഇത് സാബൂനരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസാണെന്നെങ്കിലും അത് പെട്ടെന്ന് തന്നെ കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിലധികം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പായസത്തിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട്, നമ്മൾ സാധാ എല്ലാ പായസത്തിലും വറുത്തിടുമല്ലോ, അപ്പോൾ അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തിട്ട് നമുക്ക് നമ്മൾ പായസത്തിലോട്ട് ഇട്ടാൽ നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള സാബൂനരി കൊണ്ടുള്ള പായസം റെഡിയായി. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം, കാരണം ഇതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.